മന്ത്രി ഗണേഷ് കുമാർ പുറത്തേക്കോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ അത് കൃത്യമായി മാഷ് അതിന്റെ നിയമവശങ്ങളൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ ആ നിയമവശങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് വരുന്ന വാർത്തകൾ. ഗണേഷ് കുമാറിനെതിരെ പരാതി എടുക്കാൻ ഒരു വകുപ്പുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിന്നെ ധാർമ്മികതയുടെ ചില മൂല്യങ്ങൾ വെച്ചുകൊണ്ട് വേണമെങ്കിൽ പുറത്താക്കാം. ഇന്ന് 10 മണിക്ക് മന്ത്രിസഭാ യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്താണ് എന്നതാണ് നിർണായകം. ഇപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പറയുന്നത് 2013 ഒരു മന്ത്രിയുടെ മുഖത്തടിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു. അത് പിന്നീട് വലിയ രീതിയിൽ മന്ത്രിക്ക് എതിരെ ഉപയോഗിക്കാൻ പല രീതിയിൽ പലരും ശ്രമങ്ങൾ നടത്തി. സമാനമായ ചിത്രങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മന്ത്രിയെ ഭാര്യ എടുത്തിട്ട് അലക്കിയോ എന്നതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വരുമോ എന്നുള്ളത്. ഇനി ആരോപണം അതീവ ഗുരുതരം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളോട് ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ച സ്ഥിതിക്ക് അത് മുഖ്യമന്ത്രി അറിയാതിരിക്കില്ല എന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു കേസിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് തീരുമാനിക്കാനുള്ളത്? ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് മുഖ്യമന്ത്രിക്ക് എടുക്കാനുള്ളത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് എടുക്കാനുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗം ഉണ്ടാക്കുന്ന വിവാദം, അതിന്റെ പ്ലസും മൈനസും ഒക്കെ ആയിക്കോട്ടെ, ആ വിവാദം അന്തിമമായി ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മുന്നണിക്കും അവരുടെ ഇമേജിനെ എങ്ങനെ ബാധിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് റോളുണ്ട്. പക്ഷേ ഈ കേരളത്തിന്റെ ഒരു ഗതികേട് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രിയോടൊരു കാര്യം പറയാൻ ഈ കേരളത്തിന്റെ ആരുമല്ലാത്ത മുഖ്യമന്ത്രിയുടെ മോളെ വിളിച്ച് പരാതി പറയുന്നതിൽ എന്ത് കാര്യമുണ്ട്? DGP ആയിരുന്ന ശ്രീലേഖയോട് പറഞ്ഞത് ഒന്ന് അവരുടെ ബന്ധുവാണ്, രണ്ട് അവര് വലിയൊരു പൊതുപ്രവർത്തകയാണ്, ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള മറ്റൊരു കക്ഷിയിലുള്ള ഒരു നേതാവാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല നിയമപരമായ കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയാം, DGP ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ കേരള ചരിത്രം കണ്ട മന്ദബുദ്ധി മക്കളിൽ ഒരാളായി വീണ വിജയൻ എന്ത് വിളിച്ചു പറഞ്ഞിട്ട് ചെയ്യാനാ? ഒരു സ്ത്രീ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ മോളോടാണോ പറയേണ്ടത്? ആ പറയുന്നതിൽ എന്താ കാര്യമുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പോട്ടെ, എന്തായാലും ഈ മുഖ്യമന്ത്രി ഇതിലിപ്പോൾ തീരുമാനം എടുക്കുമായിരിക്കും. പിന്നെ കേരളത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ നിയമം, സാമൂഹ്യ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ചർച്ചയ്ക്ക് എടുക്കുക. കേരളത്തിന്റെ കുറെ യാഥാസ്ഥികമായ പാരമ്പര്യം ഉണ്ടാവും. പ്രധാനപ്പെട്ട ഒരു കാരണം, ഇതേ ഗണേഷ് കുമാറിനെ കഴിഞ്ഞ തവണ നീ പറഞ്ഞ 2013 ഇദ്ദേഹത്തിന്റെ മുഖത്താരോ അടിച്ച പാട് വന്നു. ഞാൻ പറയുന്നത്, ഗണേഷ് കുമാറിന്റെ മുഖത്തൊരു അടി കൊണ്ടാൽ ഗണേഷ് കുമാർ പരാതിപ്പെടാത്ത കാലത്തോളം അത് എങ്ങനെയാ ഒരു നിയമപ്രശ്നമാവുക? എങ്ങനെ ഒരു പൊതുപ്രശ്നമാവുക? എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നമാവുക? ഗണേഷ് കുമാറിന്റെ പുറത്ത് കടന്നൽ കുത്തിയതോ, ഗണേഷ് കുമാറിന്റെ പുറത്ത് ഭാര്യ അടിച്ചതോ, ഗണേഷ് കുമാറിന്റെ ഇനിയിപ്പോ ഏതെങ്കിലും കാമുകിമാര് അടിച്ചതോ, കാമുകിമാരുടെ ഭർത്താക്കന്മാരടിച്ചതോ ഒക്കെ ആണെന്ന് വെച്ചോളൂ. അതെങ്ങനെയാണ് നമ്മുടെ പ്രശ്നമാകുന്നത്? എങ്ങനെയാണ് അത് പൊതുപ്രശ്നമാകുന്നത്? എങ്ങനെയാണത് ഇടതുപക്ഷത്തിന്റെ പ്രശ്നമാവുക? എങ്ങനെയാണ് അത് രാഷ്ട്രീയ പ്രശ്നമാവുക? ഒരു തല്ലുകൊള്ളി ആണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ, ഇദ്ദേഹം കിട്ടിയിടത്തുനിന്നൊക്കെ തല്ലു വാങ്ങുന്ന ഒരാളാണെന്നൊരു ധാരണ ഉണ്ടെന്ന് വെച്ചോളൂ. അതാകെ ജനകീയ കോടതിയിലേക്ക് വിടാനേ വകുപ്പുള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. അദ്ദേഹം ഇപ്പൊ അവകാശപ്പെടുന്നത് എന്താ? ആ മാതിരി വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് 10,000 വോട്ട് കൂടിയെന്ന. അപ്പൊ കേരളത്തിന്റെ മനസ്സ് എവിടെ നിൽക്കുന്നു? പത്തനാപുരത്തിന്റെ മനസ്സ് എവിടെ നിൽക്കുന്നു? ജനമനസ്സ് എവിടെ നിൽക്കുന്നു? വളരെ കൃത്യമല്ലേ? അത് പരിഗണിക്കുകയായിരിക്കും മുഖ്യമന്ത്രിക്ക് എന്നാവും. പിന്നെ മുഖ്യമന്ത്രിക്ക് ഇത് ഗതികേട് എന്താണെന്നറിയോ? മുഖ്യമന്ത്രിക്ക് വീണ വിജയൻ പറഞ്ഞുകൊണ്ടല്ല, അവരുടെ തന്നെ ഭൂതകാലം മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. UDF നിൽക്കുമ്പോൾ ഈ അനാവശ്യ വിവാദം, ബേസ്ലെസ് ആയൊരു വിവാദം. ഗണേഷ് കുമാർ സിനിമാകാരനാണ്, അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള പടങ്ങൾ പുറത്തു വരും. അപ്പൊ തല്ലുകൊള്ളതോ കൊള്ളാത്തതോ അല്ലെങ്കിൽ തല്ലുകൊണ്ടും തോന്നിക്കുന്നതോ ഒക്കെ ആയ ക്രിയേറ്റഡോ ഒറിജിനലോ ജെനുവിനോ ഒക്കെ മോർഫഡോ ഒക്കെ ആയ ഇമേജസ് വരാലോ. അപ്പൊ അന്ന് UDF ഇപ്പൊ കേരളത്തിന്റെ ഒരു സൗകര്യം, വൃത്തിയായിട്ടൊരു സൗകര്യം അതാണ്. അപ്പുറത്താണെങ്കിൽ അവനെതിരെ പറഞ്ഞുകൂടാത്ത കുറ്റമില്ല. അതിന് നിയമമുണ്ടോ, വകുപ്പുണ്ടോ, ധാർമ്മികതയുണ്ടോ എന്നുള്ള ചോദ്യമില്ല. അപ്പൊ അന്ന് പറഞ്ഞത് ഇവരാണ്. ഗണേഷ് കുമാറിനെ തല്ലിയിരിക്കുന്നു, ഗണേഷ് കുമാർ തല്ലുകൊണ്ടിരിക്കുന്നു, ഗണേഷ് കുമാറിനെ പുറത്താക്കണം, കോലാഹലം ഉണ്ടാക്കിയിട്ട് മന്ത്രിപ്പണി പോയതാണല്ലോ. അപ്പണി ഇവർക്ക് കൊടുക്കും തിരിച്ച്. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രശ്നം. അന്ന് നമ്മൾ ഉയർത്തിയതിന് ഇപ്പൊ നമ്മൾ പ്രതിക്രിയ ചെയ്യേണ്ടി വരില്ലേ എന്നായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രശ്നം. അതിന് അദ്ദേഹം മറുപടി പറയായിരിക്കും. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു അദ്ദേഹം കൂടി വന്നാൽ, ഇപ്പൊ അദ്ദേഹം നടപടി എടുത്താൽ പോലും അദ്ദേഹത്തിന് എന്താ നടപടി എടുക്കാൻ പറ്റും? ഇലക്ഷന്റെ തലേന്ന് ഇദ്ദേഹത്തോടൊന്ന് രാജിവെക്കാൻ പറയേ? ഇതൊക്കെ ആയിരിക്കും. കഴിഞ്ഞല്ലോ കാലാവധി, എത്ര ദിവസമുണ്ട്? എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. ഒന്ന് രാജിവെക്കാൻ പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാറിനൊന്നും വരാനില്ല. ഇനി വേണ്ടി വന്ന് ഗണേഷ് കുമാറിന്റെ പാർട്ടിയെ ഇടതുപക്ഷത്ത് നിന്ന് അങ്ങോട്ട് പുറത്താക്കി, എന്നാ എന്ത് വരാൻ?
എന്നാലും മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും ഒന്നും വരാനില്ല. ഗണേഷ് കുമാർ ഒരു പ്രധാനപ്പെട്ട ഒരേ ഒരു MLA ഉള്ള മന്ത്രിയാണ്. അയാൾക്ക് വേണമെങ്കിൽ നിന്ന് കൊടുത്താൽ മതി അതിനകത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാറിന്റെ ഒരു ബലം ആ പാർട്ടി അല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ NSSുമായുള്ള ഒരു പാലമാണ് ഗണേഷ് കുമാർ. NSS ഈ പറയുന്നൊന്നുമല്ല. ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗണേഷ് കുമാറിന്റെ പേരിൽ എന്തൊക്കെ വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടായിട്ടുണ്ടോ അന്നൊന്നും NSS അഭിപ്രായം പറഞ്ഞിട്ടില്ല. NSS അതിൽ ഇടപെടാൻ പോകാറില്ല. കാരണം NSSന്റെ പുത്രനാണ്. ഇന്നലെ പറയുകയും ചെയ്തു, സുകുമാരൻ നായർ എനിക്ക് പിതൃതുല്യനാണ്, അദ്ദേഹം ബോർഡ് മെമ്പർ സ്ഥാനം NSSലെ ബോർഡ് മെമ്പർ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞാൽ ഞാനത് രാജിവെക്കും. എന്റെ അച്ഛൻ മരിക്കുന്നത് വരെ പറഞ്ഞത് എന്തുണ്ടെങ്കിലും സുകുമാരൻ നായർക്ക് ഒപ്പമുണ്ടാകണം, നീ ഒരു മകനെ പോലെ എന്നാണ് അച്ഛൻ പറഞ്ഞത്. കാര്യം അതാണ്. കാരണം അച്ഛന്റെയും ലീലാവിലാസങ്ങൾ ഇതൊക്കെ ആയിരുന്നല്ലോ. അന്നും അച്ഛനെ ഒരു നായർ മാടമ്പി എന്ന നിലയിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു പാരമ്പര്യം NSSനുണ്ടല്ലോ. കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധാരണ ഒരു ക്രിസ്ത്യൻ കോൺഗ്രസ് ആയിരുന്നിട്ട് കൂടി അതിനകത്ത് പോയി ചേരാൻ അദ്ദേഹത്തിന് അനുമതി കൊടുത്തു. അദ്ദേഹത്തിന്റെ എല്ലാത്തിനും കൂടെ നിന്നു. അപ്പൊ ആ ഒരു പാരമ്പര്യം ഇപ്പോഴും തുടരുന്നുണ്ട് ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ വേറെ ആരൊക്കെ തെറ്റിച്ചാലും, അമ്മയെ തെറ്റിച്ചാലും, ഈ പറഞ്ഞ സിനിമാ നടന ലോകത്തെ മുഴുവൻ തെറ്റിച്ചാലും, രാഷ്ട്രീയ പാർട്ടികളൊക്കെ തെറ്റിച്ചാലും, ഇടതുപക്ഷത്തിനെതിരായി എന്ത് ഘോരമായിട്ടാണ് ഗണേഷ് കുമാർ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ആരെയൊക്കെ പിണക്കിയാലും NSSനെതിരായി ഗണേഷ് കുമാർ അക്ഷരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഇലക്ഷന്റെ തലേന്ന് ഗണേഷ് കുമാറിന്റെ പാർട്ടിയെ ഒരു സിംഗിൾ മെമ്പർ പാർട്ടിയാണ്. അതങ്ങോട്ട് മാറ്റി നിർത്തിയാലും ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചൊന്നും വരാനില്ല. ഇനി ഇടതുപക്ഷത്തിന് വരാനുള്ളതിനൊന്നും കാരണം ഗണേഷ് കുമാർ അല്ല താനും, അത് പിണറായി വിജയനും മോളും ഒക്കെ തന്നെ കാരണം. ഇടതുപക്ഷത്തിന് പരാജയം ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഒരാൾ മാത്രമാണ്, അത് ഗണേഷ് കുമാർ അല്ലല്ലോ. ഈ CPI ആർക്കെങ്കിലും കഴിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് CPMന്റെ മന്ത്രിമാർക്കാണ്, CPMന്റെയും CPIയുടെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർക്കാണ്. കഴിവുകെട്ട മന്ത്രി എന്നൊന്നും ഇപ്പോൾ ഒറ്റ മന്ത്രിമാരെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇടതുപക്ഷത്തിന് തോൽവി ഉണ്ടാകുമെങ്കിൽ അതിന് ഉത്തരവാദി പിണറായി വിജയൻ മാത്രമാണ്. ഇനി ഇലക്ഷന്റെ തലേന്ന് അതിന് ഉത്തരവാദി ഈ ഒരു ഗണേഷ് കുമാറിന്റെ തലയിലിട്ടിട്ട് പിണറായി വിജയന് തോൽവി ഏറ്റുവാങ്ങാനാണ് തന്ത്രമെങ്കിൽ ആ തന്ത്രത്തിന് രക്ഷപ്പെടാൻ എന്തിനാ പിന്നെ ഗണേഷ് കുമാറിനെ പുറത്താക്കണം? ഇങ്ങനെയാണ് നേരിട്ടൂടെ തെരഞ്ഞെടുപ്പിനെ? വ്യക്തിപരമായ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാറില്ല. പിന്നെ ഇവർ പല കേസിലും പറഞ്ഞ എന്താ, മുകേഷിനെതിരെ നടപടി എടുത്തില്ല. എടുത്തോ? ഇല്ല. ഈ AK ശശീന്ദ്രൻ എന്നോട് രാജിവെക്കാൻ പറഞ്ഞു, കേസ് ഇല്ല എന്നറിഞ്ഞപ്പോ തിരിച്ചു കയറാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഇത്തരം കേസിലൊക്കെ ഇവരെടുത്ത നിലപാട് എന്താ? ഇപ്പോ ഇതേ ആരോപണങ്ങളൊക്കെ തന്നെ വന്നില്ലേ? കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് വന്നതല്ലേ, ശ്രീരാമകൃഷ്ണനെതിരായിട്ട് വന്നതല്ലേ, ആർക്കെതിരൊക്കെയാണ്? ശശിക്കും PK ശശിക്കും ആരെയും പുറത്താക്കാതിരുന്നതിന് എന്താ കാരണം? കേസില്ല. ഗണേഷ് കുമാറിനെതിരെ കേസുണ്ടോ? ഇല്ല. ഭാര്യയ്ക്ക് പരാതി ഇല്ലെന്ന് അവര് പറയുന്നത്. നിയമപരമായി ഞാൻ പോകാൻ തയ്യാറല്ല എന്നവര് പറയുന്നുണ്ട്. പിന്നെ ഇത് മൂന്നാം കക്ഷി നിലനിൽക്കില്ല എന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും വഷളൻ നിലപാട് അങ്ങനെയാണെങ്കിൽ എടുക്കുന്ന ആരാ? ഇദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ? പരാതി ഉണ്ടെങ്കിൽ ഭാര്യ പരാതിയായിട്ടല്ലേ പോകേണ്ടത്? ആ കുട്ടിക്ക് ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടെങ്കിൽ അവർ പോണ്ടേ? അവരെ ആക്രമിച്ചു, ഗണേഷ് കുമാറിന്റെ സ്റ്റാഫ് അവരെ ആക്രമിച്ചെങ്കിൽ അതൊരു ഒഫൻസ് അല്ലേ? ഒരു സ്ത്രീ ആയിട്ട് കൂടി അവരെ ആരെങ്കിലും ഉപദ്രവിച്ചെങ്കിൽ, ഞാൻ പറയുന്നത് ഗണേഷ് കുമാറിന്റെ സ്റ്റാഫ് അവരെ ഗണേഷ് കുമാർ ഉപദ്രവിച്ചു എന്ന് പറയണ്ട, അപമാനിച്ചു, ഉപദ്രവിച്ചു, അവർക്ക് സംശയരോഗമാണെന്ന് പറഞ്ഞു. 498 ഇതിലൊരു വകുപ്പുണ്ട്, എന്ന് വെച്ചാല് ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസിന് ഇവർക്ക് കേസ് കൊടുക്കാം. കേസ് കൊടുക്കാത്ത ഒരാളുടെ പരാതി എങ്ങനെ നിലനിൽക്കും? പിന്നെ ആകെ എന്താ ഉദ്ദേശമുള്ളത്? മീഡിയയെ വിളിച്ചു പറയാ, ശ്രീലേഖ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ BJP നേതാവിനെ വിളിച്ചു പറയുക, ഒരു KSU നേതാവിനെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ വിളിച്ചു പറയുക. പിന്നെ ഇവർ ചെയ്ത പണി എന്താ? മീഡിയയും വിളിച്ചു പറയുക. ഗണേഷ് കുമാറിനെ നാറ്റിച്ച് തോൽപ്പിക്കുക എന്നാണെങ്കിൽ ഇവർ ആദ്യം പഠിക്കേണ്ടത് ഗണേഷ് കുമാറിന്റെ ചരിത്രമാണ്. ഗണേഷ് കുമാറിനെ നാറ്റിച്ചിട്ട് ആരും ഇതുവരെ തോൽപ്പിച്ചിട്ടില്ല. തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറയില്ലേ ഗണേഷ് കുമാർ ഇപ്പൊ പറഞ്ഞു. ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം ഇതാണ്. 2 കാര്യങ്ങളുണ്ട് കേട്ടോ ഗണേഷ് കുമാർ. ഒന്ന്, ഡൊമസ്റ്റിക് വയലൻസ് പറയണമെങ്കിൽ 6 മാസമെങ്കിലും ആ വീട്ടിൽ ഉണ്ടാവണം അവര്. നീ തന്നെ പറഞ്ഞ 6 മാസത്തിലേറെയായി വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നിൽക്കാൻ ബുദ്ധിമുട്ടാ, ആ വകുപ്പ് ബുദ്ധിമുട്ടാവും. ഇനി പോട്ടെ, 6 മാസമായിട്ട് വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് മനസ്സിലാക്കിയിട്ടുള്ള എന്താ? അവർ വീട്ടിൽ നിന്ന് പോയിരിക്കും. ഇനിയിപ്പോ നിയമപരമായി ഡിവോഴ്സ് ആവണമെങ്കിൽ അതിന്റെ പ്രൊസീജിയറിന് സമയം എടുക്കും. അപ്പോൾ വേറിട്ട് നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് സെപ്പറേറ്റ് ആയി കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും, എത്രാമത്തെ ഭാര്യ ആവട്ടെ, അവർ വന്നിട്ട് വീണ്ടും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടപെടുന്നുവെങ്കിൽ ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ സ്റ്റാഫ് ആരെ പ്രൊട്ടക്ട് ചെയ്യാം? മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാം. അതിലെന്താ കുഴപ്പമുള്ളത്? പിന്നെ ഗണേഷ് കുമാർ ഒരാളെ തള്ളി പുറത്താക്കിയാൽ ഗണേഷ് കുമാറിന്റെ പേര് നടപടി എടുക്കാനല്ലല്ലോ പേഴ്സണൽ സ്റ്റാഫ്. അപ്പരാധിക്കാർ കോടതിയിൽ പോകണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം. അപ്പൊ ഇല്ലാത്ത കാലത്തോളം എന്ത്? ഭാര്യക്ക് പരാതിയില്ല,
പിന്നെ ആരാ പരാതിപ്പെടേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ കൂടെ ഈ കാണാൻ പാടില്ലാത്ത കണ്ടു, എന്ത് ഒരു ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടുന്ന എന്തോ കാണാൻ പാടില്ല പരാതി കൊടുക്കേണ്ടത് അല്ലേ കൊടുക്കേണ്ടത്? അവര് പരാതി ഉണ്ടോ? ഒരു മന്ത്രി എന്ന നിലയിൽ എന്നെ ചൂഷണം ചെയ്തു എന്നോ, എനിക്ക് തെറ്റായ എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ട് വിളിച്ചു കൊണ്ടുവന്നു എന്നോ, അല്ലെങ്കിൽ ഗർഭചിത്രം നിർബന്ധിച്ചു, കൊല്ലുമെന്ന് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നോ, ബംഗ്ലാവ് ചോദിച്ചെന്നോ, ഫ്ലാറ്റ് ചോദിച്ചെന്നോ, ചെരുപ്പ് 10,000 രൂപയുടെ ചോദിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് എന്താ പരാതി ഉള്ളത്? എന്തെങ്കിലും പരാതി അവര് രംഗത്തെ വരാൻ താല്പര്യപ്പെടുന്നില്ല. ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഗണേഷ് കുമാറുമായിട്ട് സ്വകാര്യമായി അത്തരം ബന്ധം നിലനിർത്താനോ അല്ലെങ്കിൽ സ്ഥാപിക്കാനോ അവർക്ക് താല്പര്യമുണ്ട്. അതിന്റെ സൗകര്യങ്ങളും സുഖമൊക്കെ അനുഭവിക്കാനോ അവർക്ക് താല്പര്യമുണ്ട് എന്നല്ലേ? അതിൽ ഇടപെടാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പില്ല. പിന്നെ ആകെ ചെയ്യാവുന്നത് ഈ പറഞ്ഞ പ്രശ്നമാണ്. ഭാര്യയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ ഒന്ന് ഡൊമസ്റ്റിക് വയലൻസിന് കേസെടുക്കാം, പരാതി കൊടുക്കാൻ തയ്യാറല്ല. 2, അവർ ഫാമിലി കോർട്ടിൽ പോയി ഡിവോഴ്സ് ആവശ്യപ്പെടാം. അതിനും പറ്റിയ ഗ്രൗണ്ടാണ്. ഞാൻ ഇന്നത് കണ്ടില്ല, കണ്ണുകൊണ്ട് നേരിട്ട് വേറൊന്നും വേണ്ട. സ്ത്രീ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ അവര് ഈ ഫാമിലി കോർട്ടിലെ കൗൺസിലിംഗ് വിങ് സെക്ഷൻ ഉണ്ടാവും, അതിൽ പറഞ്ഞാൽ മതി. നിനക്കറിയാലോ, ഞാൻ എന്റെ സ്ത്രീ എന്ന നിലയിൽ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, എനിക്ക് അദ്ദേഹത്തിന് വിശ്വാസമില്ല, അദ്ദേഹത്തിന് ഭാര്യ എന്ന നിലയിൽ എന്നോട് കൂറും കടപ്പാടുമില്ല. വേണം, പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഒഫൻസ്. അതായത് ഗണേഷ് കുമാർ അതേ കൗൺസിലിംഗിൽ വേറെ ഇരുത്തും. എന്നിട്ട് ഒരുമിച്ചിരുത്തുമ്പോൾ ഗണേഷ് കുമാർ അതിനെ നിഷേധിക്കുകയും കൗണ്ടർ ചെയ്യുകയും ആണെങ്കിൽ ഇവർ പ്രൂഫ് കൊടുക്കണം. ഇവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ, ഇവർ അതുണ്ട് ഇതിന്റെ തെളിവുണ്ട് എന്നല്ലേ പറഞ്ഞത്, ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഇതിൽ ഒരു കാര്യമുള്ളൂ, മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ഇടതുപക്ഷം ചെയ്ത പാപത്തിനുള്ള പ്രതിക്രിയ മാത്രമായിരിക്കും. നിയമപരമായോ സാമൂഹ്യമായോ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ രാഷ്ട്രീയമായോ ഈ ഗണേഷ് കുമാർ ഇഷ്യൂവിൽ പുതുതായിട്ടൊന്നുമില്ല. ഇനി ഗണേഷ് കുമാറിന് സ്വഭാവ ദൂഷ്യമുണ്ട്, ഗണേഷ് കുമാറിന് പരസ്ത്രീ ബന്ധമുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയത് 5000 പേരുമായിട്ട് ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആദ്യം പറഞ്ഞാൽ മോഹൻലാലാ തോന്നുന്നു അല്ലേ? എനിക്കൊന്നും രണ്ടൊന്നുമല്ല. അപ്പൊ അങ്ങനെ 500 പേരുണ്ടോന്ന് ജോണി ലൂക്കോസ് ചോദിച്ചപ്പോ അങ്ങനെ പറയുന്നുണ്ടെന്നിട്ടോ അത് നിങ്ങൾക്ക് തെറ്റിയതാണ്. 5000 പേരുമായിട്ട് അത് എനിക്ക് തോന്നുന്നു മോഹൻലാലായിരിക്കണം അദ്ദേഹത്തിന്റെ ആ കാര്യത്തിലുള്ള മോഡൽ. അപ്പോ അങ്ങനെ പറയുന്ന ഒരാൾ, ഞാൻ പറയുന്നത് ഇവരൊക്കെ കാപട്യം ഉപേക്ഷിച്ചിട്ട് ഈ കാട്ടുകള്ളന്മാരെന്താ ചെയ്യാന്നറിയോ, കരിങ്കള്ളന്മാർ ഇവരെന്താ ചെയ്യാന്നറിയോ, ഇവർക്ക് പല ബന്ധങ്ങളും ഉണ്ടാവും, പറയില്ല, സമ്മതിക്കില്ല, നിഷേധിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആരെങ്കിലും കണ്ടെത്തിയാൽ അതിനെതിരായി കോടതിയിൽ പോകും. ഞാൻ അവളെ കഴിഞ്ഞ ജന്മത്തിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയും. ഇവൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മളെ രാഷ്ട്രീയത്തിലെ ഈ കപട സദാചാരത്തിനെതിരായി ഒരു സ്ട്രോങ് ആയ നിലപാടെടുത്ത ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ ഗണേശിനെ കാണുന്നത്. ബാക്കി ഗണേഷ് കുമാറിന്റെ 2ാം ഭാര്യയോ 3ാം ഭാര്യയോ ആയിട്ട് ഒരാള് എന്താ ബിന്ദു മേനോനോ, അദ്ദേഹം അവര് വരുമ്പോ അവർക്ക് അറിഞ്ഞൂടെ ഗണേഷ് കുമാർ ആരാന്ന്, ഗണേഷ് കുമാറിന്റെ അച്ഛൻ ആരാന്ന് അറിഞ്ഞൂടെ, ഗണേഷ് കുമാറിന്റെ കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അവർ അനുഭവിച്ച പീഡനങ്ങളുടെ വേദനയുടെ കഥകൾ മുഴുവൻ അവർ ചാനലുകളോട് പറഞ്ഞത് മുഴുവൻ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഉണ്ടല്ലോ. അങ്ങനെ ഒരാളുടെ ഭാര്യയായിട്ട് വരുമ്പോ ഇവർക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? ഇപ്പൊ പുതുതായിട്ട് കണ്ടെത്തി ഇന്ന് ഈ ഒളിക്യാമറയായിട്ട് എന്നിട്ട് 6 മാസമായിട്ട് വിട്ടു നിന്നിട്ട് ആരോ കൊടുത്ത വിവരം അനുസരിച്ച് ഇവന്റെ കിടപ്പറയിൽ കയറി വരേണ്ട വല്ല കാര്യമില്ല. തെറ്റാണ്, അധാർമിക. ആ സ്ത്രീ പരാതി കൊടുക്കണ്ടേ? എന്റെ സ്വകാര്യതയെ മാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാറിനോടൊപ്പം വന്ന സ്ത്രീ പരാതി കൊടുക്കണ്ടേ? അവർക്ക് മാത്രമേ പരാതിപ്പെടാൻ. അത് അത്തരം ഒരു പരാതി ഗണേഷ് കുമാറിനെതിരെ ഇന്ന് വരെ വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞ നമ്പർ തന്നെ എടുത്താൽ 5000 പേര് ഒരാൾ പോലും വന്നിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. മുഖ്യമന്ത്രിക്ക് നടപടി എടുക്കാതിരിക്കുക. മുഖ്യമന്ത്രിയുടെ മകളാ മാഷി ഇതിൽ നടപടി എടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആഭ്യന്തര വകുപ്പ് അവരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. വീണ വിജയൻ. അതെ, വീണ. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഈ നോൺ കക്ഷികളുണ്ടല്ലോ, കേരള രാഷ്ട്രീയത്തിൽ പരാമർശം പോലും അർഹിക്കാത്ത, എൻ്റെ ഒരു അക്കാഡമിക് മാനദണ്ഡം വെച്ച് പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ എൻട്രൻസ് എഴുതാൻ പോലും ശേഷിയില്ലാത്തൊരു മന്ദബുദ്ധിക്കുട്ടി, ആ കുട്ടി കേരള ഭരണം നടത്താൻ തുടങ്ങിയ കേരളത്തിൽ ഏത് മന്ത്രി രാജിവെക്കേണ്ടത്? ഇവൾ ആരപ്പാ? ഇതാണ് ആദ്യം ചോദിക്കേണ്ട ചോദ്യം. മുഖ്യമന്ത്രി തീരുമാനിച്ചുകൊള്ളട്ടെ, അദ്ദേഹത്തിന് പലതും ആലോചിക്കേണ്ടി വരും. കാരണം ഇന്നലെ ചെയ്ത ഒരു അബദ്ധം തീർച്ചയായിട്ടും ഇന്ന് പ്രതിക്രിയ ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്തോട്ടെ. പിന്നെ ഇപ്പൊ ഇതിലുണ്ടായ ഒരേ ഒരു അപകടം ഞാൻ പറയുന്നത്, പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വാഭാവികമായി ഏറ്റുവാങ്ങാൻ പോകുന്ന പരാജയത്തിന് ഈ പാവം ഗണേഷ് കുമാറിന്റെ തലയിൽ ഇട്ട് കൊടുക്കാൻ അവസരം കൂടിയായി. അത് മാത്രമേ ഇതിൽ ട്രാജഡി ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.